ഗൾഫ് മേഖല സുരക്ഷിതമല്ല. അമേരിക്കയുടെ യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളും ഇസ്രായേലിലേക്ക് പറിച്ചു നടന്നു. ബെൻഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് നൂതനമായിരിക്കുന്ന ആയുധങ്ങളുടെ പ്രവാഹം ഇപ്പോൾ നടന്നു വരുന്നത് എന്ന റിപ്പോർട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ലഭിച്ചുകൊണ്ടിരിക്കുന്നതും അങ്ങനെയാണ്. അപ്പോൾ അതിൽ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: ഗൾഫ് മേഖലയിലാണ് ഇത്രയും കാലം അമേരിക്കയുടെ ഏറ്റവും നൂതനമായിരിക്കുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും രഹസ്യ മേഖലകളും പ്രവർത്തിച്ചത്. എന്നാൽ ഇത് ഓരോന്നും അപ്പം എന്ന തരത്തിൽ തന്നെ ഇറാൻ 2025 ശേഷം മനസ്സിലാക്കുകയും അത്തരം രഹസ്യ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് പലതരത്തിലും ആക്രമണം നടത്തുകയും ചെയ്യുന്നു. രണ്ട് തരത്തിൽ അതിനെക്കുറിച്ച് അമേരിക്ക പറയുന്നത് ഇങ്ങനെയാണ്: ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന, അതായത് അറേബ്യൻ മേഖലയുടെ ചുറ്റുഭാഗത്തുമുള്ള അറേബ്യൻ പൗരന്മാർ പലരും ഇറാന് വേണ്ടിയിട്ട് ചാരപ്രവർത്തനം നടത്തുന്നു. അതുകൊണ്ട് രഹസ്യങ്ങൾ ചോർത്താൻ വളരെ എളുപ്പം സാധിക്കുന്നു. ഇത് നിരീക്ഷിക്കപ്പെടാൻ വേണ്ടിയിട്ട് പോലും ആളുകളുണ്ട് എന്നാണ്. അതായത് അമേരിക്കയുടെ പൗരന്മാർ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ എവിടെ താമസിക്കുന്നു, എങ്ങോട്ട് പോകുന്നു, എന്ത് പ്രവൃത്തി ചെയ്യുന്നു എന്നതുമായി ബന്ധപ്പെട്ട് രഹസ്യമായിരിക്കും നിരീക്ഷണം നടത്തി ആ മേഖലയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇറാന് ചോർത്തി കൊടുക്കുകയും ഇറാൻ വളരെ കൃത്യതയോടുകൂടി ഈ സാറ്റലൈറ്റ് ചിത്രങ്ങൾ വഴിയോ മറ്റേതെങ്കിലും തരത്തിലോ ഉപഗ്രഹ ചിത്രങ്ങൾ എന്നൊക്കെ അതിൽ പറയുന്നുണ്ട്, ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായി നിരീക്ഷണം നടത്തിയിട്ട് അവിടെ ആക്രമിക്കുകയും ചെയ്യുന്നു. പല മേഖലകളിലും പ്രതിരോധ സംവിധാനമില്ല എന്നതിനാൽ തന്നെ ഇറാൻ്റെ ലക്ഷ്യം കൃത്യമായ രീതിയിൽ തന്നെ പ്രതിഫലിക്കുന്ന തരത്തിലാണ് ഈ കുറഞ്ഞ കാലത്തിൻ്റെ ഇടയിൽ ഇറാൻ്റെ ആക്രമണ പരമ്പര എന്നുകൂടി അമേരിക്ക തന്നെ സ്ഥിരീകരിക്കുകയാണ്. രണ്ട് ലക്ഷ്യങ്ങളാണ് അമേരിക്കക്ക് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഒന്ന്, കൃത്യതയോട് കൂടിയിട്ട് ഇറാനെ ആക്രമിക്കണമെങ്കിൽ ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് രഹസ്യങ്ങൾ ചോർത്താൻ വല്ലാതെ ആളുകളൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് വളരെ കൃത്യതയോടുകൂടി പ്രവൃത്തി ചെയ്യാൻ വേണ്ടി സാധിക്കും. രണ്ടാമത്, അവരുടെ വളരെ പ്രധാനമായിരിക്കുന്ന പ്രശ്നങ്ങളിലൊന്നാണ് ആണവശേഷി നശിപ്പിക്കുക എന്നുള്ളത്. അതിന് പിക്കൻസ് മരുഭൂമിയിൽ, പിക്കൻസ് മൗണ്ടനാണ് പറയുന്നത്, പിക്കൻസ് മൗണ്ടനിൽ ഇറാൻ്റെ ഭൂഗർഭ കോട്ടയുണ്ട്. അത് തകർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാക്കി തന്നെ ഏറ്റെടുക്കണമെന്ന് ഇസ്രായേൽ അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇത് ഭാവിയിൽ തങ്ങളെ സാരമായിട്ട് ബാധിക്കുമെന്നുള്ളതും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇറാൻ ഒതുക്കിയിട്ടില്ലെങ്കിൽ സമാനമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങളോ അവസ്ഥകളോ ഇനി വരാൻ പോകുന്നില്ല, ഉണ്ടാവാൻ സാധ്യത കുറവാണ്. കിട്ടിയ അവസരം ഉപയോഗപ്പെടുത്തണമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. അതുകൊണ്ട് ഈ മേഖല വലിയ രീതിയിൽ ശ്രദ്ധിക്കുന്നുണ്ട്. വലിയ രീതിയിൽ അമേരിക്ക ഈ പ്രത്യേകമായിരിക്കുന്ന ഒരു സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നെതൻസ് എന്ന് പറയുന്ന ആണവ നിലയ റിയാക്ടറിനോട് ചേർന്നുള്ള ഒരു പ്രദേശത്ത് ആയത്തിലുള്ള ഭൂഗർഭ സമുച്ചയത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അത് മലയുടെ അടിഭാഗത്താണ് എന്നതിനാൽ തന്നെ വലിയ രീതിയിൽ തുരങ്കത്തിനുള്ളിലാവാനുള്ള സാധ്യതകൾ പറയുന്നു. അതുകൊണ്ട് വലിയ ആക്രമണം നടത്തിയെങ്കിൽ മാത്രമേ ഇത് നശിപ്പിക്കാൻ പറ്റൂ. എന്നാൽ അതിന് സമാനമായിരിക്കുന്ന ആയുധശേഷികൾ ഇസ്രായേലിൻ്റെ കയ്യിലുണ്ടോ എന്ന കാര്യത്തിൽ സംശയമാണ്. അണ്ടർഗ്രൗണ്ടൊക്കെ ഉപയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം വലിയ രീതിയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഭൂഗർഭ ബോംബുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് 6 കിലോമീറ്റർ എന്നൊക്കെ പറയുന്നു. അത്രയും ഭൂമി തുറന്നുകൊണ്ട് അടിഭാഗത്തേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള അതിശക്തമായിരിക്കുന്ന ബോംബ് സ്ഫോടനമാണ് നടത്തിയത്. 2025 നടത്തിയിട്ടുണ്ട്, 26 നടത്തിയിട്ടുണ്ട്. എന്നിട്ടും മേൽഭാഗത്തുള്ള അവരുടെ ബിൽഡിങ്ങുകൾ തകർന്നു പോയി എന്നല്ലാതെ അടിഭാഗത്തുള്ള അവരുടെ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട, അതായത് സമ്പുഷ്ട യുറേനിയവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ യാതൊരുവിധ നാശവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് അമേരിക്ക ഞെട്ടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ വൻ ഒരു യുദ്ധ സംവിധാനത്തോട് കൂടിയിട്ട് ആയുധങ്ങൾ അപ്പാടെ ബെൻഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട്, റാമൺ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇപ്പോൾ അമേരിക്ക മാറ്റി താമസിപ്പിക്കുകയാണ്, അല്ലെ മാറ്റി സ്ഥാപിക്കുകയാണ്. അത് ഏറ്റവും കൂടുതൽ അറേബ്യൻ മേഖലയിൽ നിന്ന് പിൻവലിച്ചുകൊണ്ട് ഇവിടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനമാണ്, അല്ലെങ്കിൽ അതിനാണ് ഊന്നൽ നൽകുന്നത്. അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആയുധങ്ങൾ ഇപ്പോൾ ശേഷി കുറവാണ്, വളരെ കുറഞ്ഞ് മാത്രമേ വരുന്നുള്ളൂ. കപ്പൽ കേന്ദ്രീകരിച്ചാണെങ്കിലും അങ്ങനെ. പക്ഷേ ഈ മേഖലയിൽ നിന്ന് അല്പാൽപമായി, അത് എല്ലാ അറേബ്യൻ രാജ്യങ്ങൾക്കും നിലവിൽ മാനസികമായിട്ടെങ്കിലും അമേരിക്കയോട് വിയോജിപ്പുണ്ട് അവർ ചെയ്യുന്ന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട്. നിങ്ങൾ കാരണമാണ് തങ്ങൾ കൂടി ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. ഞങ്ങളും ഇറാനും തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, പക്ഷേ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്ന സമയത്ത് കൃത്യമായ രീതിയിൽ പ്രതിരോധിക്കാൻ അമേരിക്കയും സാധിക്കുന്നില്ല. രാജ്യത്തെ സംരക്ഷിക്കുക എന്നുള്ളത് കരാർ വ്യവസ്ഥ പ്രകാരം പരസ്പരം അറേബ്യൻ രാജ്യങ്ങളും അമേരിക്കയും തമ്മിലുള്ള കരാറാണ്. അപ്പോൾ തങ്ങളുടെ രാജ്യത്തെ ആക്രമിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രതിരോധ സംവിധാനങ്ങൾ തീർക്കും എന്നുള്ളതും കരാർ വ്യവസ്ഥ 90 വർഷം മുതൽ മേൽപോട്ട് 150 വർഷം, ഖത്തറുമായിട്ടുള്ള ഇടപാട് 150 വർഷം എന്നൊക്കെ പറയുന്നു.
അപ്പോൾ അത്ര നീണ്ട വർഷത്തെ ആണ് കരാർ വ്യവസ്ഥയുള്ളത്. എന്നാൽ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, സംരക്ഷിക്കാൻ വന്ന അമേരിക്കയുടെ സൈനിക സംവിധാനങ്ങളും സൈനികർക്കും നേരെ ഇറാൻ ആക്രമണം നടത്തുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജോർദാനിൽ 2 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും ഒരാളെ കാണാതാവുകയും കാണാതായിരിക്കുന്ന അമേരിക്കൻ പൗരർ മറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മൃതദേഹത്തോടൊപ്പം കണ്ടെത്തുകയും ചെയ്തു എന്ന് പറയുന്നു. 4 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. അത് 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് പറയുന്നു. മറ്റൊരു റിപ്പോർട്ടിനകത്ത് 11 പേർക്ക് പരിക്കേറ്റു എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോൾ അവർ സുരക്ഷിതമല്ല എന്ന്, അതായത് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി വന്നിരിക്കുന്ന രാജ്യവും അവരുടെ സൈനികർ പോലും സുരക്ഷിതമല്ലാത്തൊരു സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. ഇത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്. ഇത് അമേരിക്കയുടെ സൈനികർക്കും വലിയ മാനസിക പ്രയാസമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോലും സുരക്ഷിതരല്ല എന്നുള്ളൊരു ബോധ്യം അവർക്കുണ്ടായിരിക്കുന്നു. ഇസ്രായേലിൻ്റെ സൈനികർ ഇതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഗസയിൽ ഞങ്ങൾ സുരക്ഷിതരല്ല, അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു വിളിക്കണം, ഞങ്ങൾക്ക് ഈ ജോലി വേണ്ട, മറ്റേതെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം, ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തി തരണം എന്നൊക്കെ പറയുകയും പരിക്കേറ്റിരിക്കുന്ന പല സൈനികരും തിരിച്ച് യുദ്ധഭൂമിയിലേക്ക് വരാൻ താല്പര്യം കാണിക്കാത്തതും വലിയ പ്രശ്നമായിട്ടുണ്ട്. പല സൈനികരും ഇപ്പോഴും ജയിലിലാണ് എന്നുള്ളതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ കരാർ വ്യവസ്ഥ പാലിക്കാതെ യുദ്ധസമയത്ത് ജോലി വേണ്ട എന്ന് എഴുതി കൊടുത്ത സൈനികർക്ക് വലിയ കടുത്ത രീതിയിൽ ശിക്ഷ നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, പ്രതിരോധ മന്ത്രി പറഞ്ഞിട്ടുണ്ട്, ഇസ്രായേൽ കാറ്റ്സൊക്കെ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ തുടർച്ചയായ രീതിയിൽ അത്തരം ഒരു പ്രവൃത്തി കൂടി അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് അനുമാനം. അപ്പോൾ ഇപ്പോൾ സ്ഥിതികളെക്കുറിച്ച് നമ്മൾ പറയുന്ന സമയത്തുള്ള ഈ അവസ്ഥാ സാഹചര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിന് ഈ വിഷയത്തിൽ നല്ലൊരു താല്പര്യമില്ല എന്നൊരഭിപ്രായം പുറത്തു വന്നു. അഥവാ നിങ്ങളുടെ രാജ്യത്തുള്ള അല്ലെങ്കിൽ ഇറാന് നേരെ ആക്രമണം നടത്താൻ പാകത്തിൽ വലിയ യുദ്ധ സംവിധാനത്തോടു കൂടി തങ്ങളുടെ പ്രധാനമായിരിക്കുന്ന ഇൻ്റർനാഷണൽ എയർപോർട്ടായിരിക്കുന്ന ബെൻഗൂരിയൻ എയർപോർട്ടിലേക്ക് നിങ്ങൾ ഈ യുദ്ധവിമാനങ്ങളും സംവിധാനങ്ങളും എത്തിക്കുമ്പോൾ സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ വിഷയങ്ങളുണ്ട്. അഥവാ ഒരു പക്ഷേ ഇത്രയും 60ഓളം യുദ്ധവിമാനങ്ങൾ ഇപ്പോൾ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ 15 അതിനോട് സാമ്യമുള്ള യുദ്ധവിമാനങ്ങൾ ആകാശത്ത് വെച്ച് ഇന്ധനം നടക്കാൻ സാധിക്കുന്നതാണ്. ആ തരത്തിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ യുദ്ധത്തിന് കാഠിന്യം കൂടുന്ന സമയത്ത് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും. ഇസ്രായേലിനെ ആക്രമിക്കുന്ന സമയത്ത് ഈ ബെൻഗൂരിയൻ എയർപോർട്ടിനെ ആക്രമിക്കും. അപ്പോൾ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമല്ല, ബെൻഗൂരിയൻ എയർപോർട്ട് തൽക്കാലത്തേക്ക് അടക്കേണ്ട ഒരു സ്ഥിതി വരും. പിന്നീട് തുറന്ന് പ്രവർത്തിക്കാൻ വലിയ പ്രയാസമായിട്ട് വരും. സുരക്ഷിതത്വവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അങ്ങനെ ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇറാനെ ആക്രമിക്കണം എന്നുള്ളതും ഇറാൻ്റെ സൈനിക ശക്തി നശിപ്പിക്കണം എന്നുള്ളതും അവരുടെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കണം എന്നുള്ളതും അവരുടെ സ്വപ്നമാണ്, ആഗ്രഹമാണ്, താല്പര്യമാണ്. അതിനെന്തുകൊണ്ടും ഇസ്രായേൽ ചെയ്യും. എന്നാൽ ഇസ്രായേലിൻ്റെ അകത്ത് ആയുധങ്ങൾ ഇറക്കിക്കൊണ്ട് ഇവിടെ നിന്ന് ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ താല്പര്യം, അതിന് ഇസ്രായേൽ യോജിപ്പില്ല. അത് യോജിപ്പില്ല എന്ന് തുറന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ലോകത്ത് ആകെ ഇസ്രായേലിന് സംരക്ഷണം നൽകുന്നതും ആയുധം നൽകുന്നതും സഹായം നൽകുന്ന ഒരേ ഒരു രാജ്യമാണ് അമേരിക്ക. അമേരിക്കയുമായിട്ട് ഉടക്കി പിരിഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാകും. കാരണം വളരെ എളുപ്പത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് അത് പറയാൻ വേണ്ടി പറ്റില്ല, പറയാതിരിക്കാനും പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രതിസന്ധിയിൽ യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഇപ്പോൾ കുടുങ്ങിപ്പോയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു തരത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത രീതിയിലാണ് ഇറാൻ്റെ നിലപാട്, സമീപനങ്ങൾ നമുക്കറിയാവുന്നതാണ്. നമ്മൾ പത്രം വായിക്കുന്ന സമയത്തും വാർത്തകൾ കേൾക്കുന്ന സമയത്തും കൃത്യമാണ്. ഏത് തരത്തിലാണോ അമേരിക്ക ആക്രമിക്കുന്നത് അതിന് 10 മടങ്ങ് ശക്തിയോടുകൂടി അവർക്ക് നേരെയും അവരെ സഹായിക്കുന്ന രാജ്യങ്ങൾക്ക് നേരെയും തങ്ങൾ ആക്രമണം നടത്തും. അമേരിക്കയുടെ പൗരന്മാരും സംവിധാനങ്ങളും എത്രത്തോളം ഒരു അറേബ്യൻ രാജ്യത്ത് തുടരുന്നുണ്ടോ അത്രയും കാലം തീർച്ചയായിട്ടും അവർക്ക് ഭീഷണി തന്നെ ഉണ്ടാവും, സമാധാനം ശാന്തതയും ഉണ്ടാവില്ല എന്നുകൂടി ഇറാൻ തുറന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൈവശത്തിൽ ഇപ്പോഴുള്ള ആയുധങ്ങളുടെ ശേഷിപ്പ് എത്രയുണ്ട്, സൂക്ഷിക്കപ്പെട്ടത് എവിടെയാണ്, അത് പ്രയോഗിക്കാൻ വേണ്ടി എത്രത്തോളം സൈനികർ തയ്യാറായിട്ടുണ്ട് എന്നതിനെക്കുറിച്ചൊന്നും ഒരു കൃത്യമായിരിക്കുന്ന വിവരം ഇപ്പോഴും ഇസ്രായേലിന് കിട്ടിയിട്ടില്ല. ഇസ്രായേൽ പല തരത്തിലുള്ള അന്വേഷണമൊക്കെ നടത്തിയിട്ടുണ്ട്. ഒരു തലം വാലും യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇസ്രായേൽ കിട്ടിയിട്ടില്ല എന്നതിനാൽ കഠിനമായിരിക്കുന്ന ഒരു യുദ്ധ സംവിധാനം ഉണ്ടാകുന്ന സമയത്ത് മുൻപ് ഇറാൻ പറഞ്ഞത് ഇപ്പോൾ ആവർത്തിക്കുന്നുണ്ട്. ഭൂപടത്തിൽ നിന്ന് നീക്കം ചെയ്യേണ്ട ഭൂമിയിലെ ഒരേ ഒരു രാജ്യത്തിൻ്റെ പേര് ഇസ്രായേൽ എന്നാണ്. പിന്നീട് ഒരിക്കലും ഭൂപടത്തിൽ അത് കാണാൻ സാധിക്കുകയില്ല, അപ്രത്യക്ഷമാകുന്ന രീതിയായിരിക്കും ഉണ്ടാവുക. 2 മണിക്കൂർ അമേരിക്ക കണ്ണടച്ചാൽ തീരാവുന്നതേ മൊത്തം പ്രശ്നമുള്ളൂ എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അത് ഇസ്രായേലിൻ്റെ ഒരു പ്രതിരോധ സാമന്ത്രി മറ്റോ ആണ് പറഞ്ഞത്, സെക്രട്ടറി ഓഫ് സാമന്ത്രിയാണ് പറഞ്ഞത്. അപ്പോൾ അമേരിക്കയുടെ ഈ തണലിൽ ജീവിക്കുന്ന ഒരു തരം ഈയാമ്പാറ്റകൾ മാത്രമാണ് ഇസ്രായേൽ. അവരെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് ഇറാനെ സംബന്ധിച്ച് വളരെ എളുപ്പമാണ്. അമേരിക്കയുടെ സംരക്ഷണത്തിലും അവരുടെ ശക്തിയിലും ഞെളിഞ്ഞു നടക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ നേർക്കുനേരെ ഇസ്രായേലും ഇറാനും തമ്മിൽ ഏറ്റുമുട്ടേണ്ടി വന്നാൽ കൂടി വന്ന 2 മണിക്കൂർ കൊണ്ട് അവസാനിപ്പിക്കാവുന്നതേ ഉള്ളൂ ഇസ്രായേൽ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം പറയുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ സാഹചര്യ കാര്യങ്ങൾ
അമേരിക്ക ഇങ്ങനെ മാറ്റി പിടിക്കുകയാണ്. അവരുടെ സൈനിക ശേഷി നശിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ മാർഗങ്ങൾ ഉപയോഗിക്കാൻ പറ്റുമോ ആ മാർഗങ്ങളെല്ലാം നിലവിൽ അമേരിക്ക ഇറാനെതിരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അതെല്ലാം പരാജയപ്പെടുത്തി മുന്നേറുന്ന ഒരു പ്രവൃത്തിയിൽ എപ്പോഴും ഇറാൻ ജയിച്ചിരിക്കുന്നു എന്നുകൂടി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്.